ഇതിലൊന്ന് ഒപ്പിട്ടെ. ഇതിലുള്ളതൊക്കെ കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കിക്കൊള്ളണം. ചേട്ടാ, ബർമ്മ വന്നിട്ടുണ്ട്. നമസ്കാരം സാറേ. എന്തോടോ ബർമ്മ, ജോലിയൊക്കെ തകൃതിയിൽ തീർത്തു എന്ന് കേട്ടു. ഇവനെ കാണുമ്പോ എനിക്ക് എന്റെ ചെറുപ്പക്കാലം ഓർമ്മ വരികയാണ്. ഇവൻ ശരിക്കും ആളൊരു അടിപൊളി തന്നെയല്ലേ? എന്താ മാറുതി ചെല്ലേ, എന്തേലും കൊടുക്ക്. ആംഗ്രി ബേർഡ്സ്, നീയും ചെല്ല്. അയാള് നമ്മളെ രണ്ടുപേരെയും നല്ലോണം പറ്റിക്കുന്നുണ്ടാ. നീ എന്താ പറഞ്ഞു വരുന്നത്? സാറ് നമ്മളെ പറ്റിക്കുകയാണെന്നാണോ? അല്ലാതെ പണം ഒരുപാട് തരാൻ അയാളെന്താ ടാറ്റയും പറഞ്ഞ വലുതാണോ? എടാ ബൂമറെ, ആവശ്യമില്ലാത്ത സാറിനെ കുറിച്ച് പറയണ്ട. നിനക്കിപ്പോ എന്താ വേണ്ടത്? 1000 രൂപ പോരെ? അത് ഞാൻ സാറിനോട് വാങ്ങിച്ചു തരാം. ബർമ്മയ്ക്കും ബൂമർക്കും എത്ര കൊടുത്ത്? 500 രൂപ. 500 രൂപയോ? 500 രൂപ കൊടുക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോഴാണ് നിങ്ങൾ പറഞ്ഞ എനിക്ക് ഓർമ്മ വന്നത്. അതുകൊണ്ടാ ഒരാൾക്ക് 100 രൂപ വെച്ച് കൊടുത്തു. അതേതരം നന്നായി. മാറുതി, ഇവന്മാർക്കൊന്നും അധികം കൊടുക്കാൻ പാടില്ല. നായിക്ക് എല്ലിട്ട് കൊടുത്താൽ അത് തിന്നു മിണ്ടാതെ പോവും. എല്ല് കിട്ടുമെന്ന് കരുതി വാലാട്ടിക്കൊണ്ടു തന്നെ ഇരിക്കും. എന്ത് ശരിയാ? വാല് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി ചേട്ടാ. എന്തെന്നത്? വളരെ ജാഗ്രതയോടെ ഇരിക്കണം, കേട്ടല്ലോ? അയ്യോ, ഇനി എത്ര സമയം പിടിക്കും? 5 മിനിറ്റ് ചേട്ടാ. നമസ്കാരം സാറേ. എന്താ പരിപാടി? വണ്ടിക്കൊരു ചെറിയ പ്രശ്നം, അതാ. ശരി, ഇതെന്റെ വണ്ടിയാ, ഇതെടുത്തിട്ട് പോയിക്കോ. ഇതോ? അതെ. ആരെ വണ്ടിയാ? ഇത് നമ്മുടെ വിജയകുമാറിന്റെ വണ്ടിയാ. പുള്ളിയുടെ വണ്ടി ഞാൻ ഓടിക്കാൻ എടുത്തിട്ട് വന്നാ. ശരി, വണ്ടി ശരിയാക്കി സാറ് പോയിക്കോ, ഞാനും ബൂമറും കൊണ്ട് ഇത് കൊണ്ടുവന്നേക്കാം. സാറേ, ലെഫ്റ്റ് കൂടെ അല്ലേ പോകുന്നേ? അതെ. അവിടെ അമ്പലത്തിൽ ജാഥ നടക്കുക. സാറ് റൈറ്റിൽ ബോസ് റോഡിൽ കൂടെ പോയിക്കോ. ശരി. ഓക്കെ സാറേ. എന്താടാ കമ്മീഷണറുടെ വണ്ടി നിനക്ക് മോഷ്ടിക്കണം? കമ്മീഷണറുടെ വണ്ടിയോ? ഇത് വിജയകുമാറിന്റെയാ. ഞാനാടാ വിജയകുമാർ. ഇത് നമ്മുടെ വിജയകുമാറിന്റെ വണ്ടിയാ. പുള്ളിയുടെ വണ്ടി ഞാൻ ഓടിക്കാൻ എടുത്തിട്ട് വന്നാ. വേഗം. സർ, അത് പിന്നെ ഇറങ്ങടാ ഇങ്ങോട്ട്. കമ്മീഷണറുടെ വണ്ടി ഇതൊക്കെ കയറ്റിക്കൊണ്ട് പോകാൻ നിനക്ക് ധൈര്യം ഉണ്ടായോടാ? ഇല്ല സർ. സാറേ, ലെഫ്റ്റ് കൂടെ അല്ലേ പോകുന്നേ? അതെ. അവിടെ അമ്പലത്തിൽ ജാഥ നടക്കുക. സാറ് റൈറ്റിൽ ബോസ് റോഡിൽ കൂടെ പോയിക്കോ. ബർമ്മ ഇപ്പൊ എവിടെയാണ്? ഗുണ അകത്തായതുകൊണ്ട് ഇപ്പൊ സീസിംഗ് എന്ന് പറഞ്ഞാൽ ബർമ്മ, ബർമ്മ എന്ന് പറഞ്ഞാൽ സീസിംഗ്. നമസ്കാരം സാറേ. നമസ്കാരം സാർ. വാടോ ബർമ്മ, എന്താ ആളൊന്ന് നന്നായി കൊഴുത്തിട്ടുണ്ടല്ലോ. എല്ലാം സാറിന്റെ കൃപയല്ലേ. പിടിച്ചോ. ഇത് നിനക്കുള്ള ബോണസ്. ഈ ലിസ്റ്റിലെ 28 കാറിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഇതേ സാധാരണ ടീമല്ല, വമ്പൻ സ്രാവുകളുണ്ട് ഇതിനകത്ത്. നിസ്സാരമായി കരുതന്റെ ബർമ്മ. കണ്ണ് തെറ്റിയാ കണ്ണ് വരെ അടിച്ചുകൊണ്ട് പോകും. ഓരോ വണ്ടിയും ഗോഡൌണിൽ കൊണ്ടുവന്ന് വിട്ട് കാശ് പഠിച്ചോണ്ട് പൊക്കോ. ശരി സാറേ. അല്ല സേട്ട് എവിടെ?
IG കംപ്ലൈന്റ് ചെയ്യുമല്ലേ? അവര് വന്ന് CC അടയ്ക്കുവോ? IG ആക്ച്വലി എന്റെ കസ്റ്റമറാണോ? സാറേ, ആരകത്തുള്ളത്? സേട്ടുവിനെ പറ്റിച്ച അയാള് വെറുതെ വിടുവോ? എന്താ വർമ്മ, സുഖം തന്നെയല്ലേ? നിന്നെ ഒന്ന് കാണണമെന്ന് എനിക്ക് തോന്നി, അതാ ഞാൻ വന്നത്. പറ്റേ? എന്താ ചേട്ടത്? ബർമയെ അടിച്ച് പൊളിക്കാന്ന് പറഞ്ഞിട്ട് വെറുതെ വന്നല്ലോ. ഏയ്, ഞാൻ ഇപ്പോഴല്ലേ പുറത്തേക്ക് വന്നത്, അവനെ പിന്നെ കണ്ടോളാം. ഉണക്കി നിന്നോട് നല്ല ദേഷ്യം ഉണ്ടെന്നാണ് തോന്നുന്നത്. അതിനിപ്പോ എന്താ? യോ, ആംഗ്രി ബേഡറാ. എടാ ബൂമറെ, വേഗത്തിൽ പോകുന്ന കാറും ഉയരത്തിൽ പറക്കുന്ന ഫ്ലൈറ്റും കണ്ട പട്ടികൾ കുരയ്ക്ക് തന്നെ ചെയ്യും. പക്ഷെ അതിനൊരിക്കലും പിടിക്കാൻ കഴിയില്ലല്ലോ, അല്ലേ? ആ, ഫോൺ എടുക്ക്. എന്താ, വേദനിക്കുന്നുണ്ടോ? എന്റെ അച്ഛൻ അടിച്ചപ്പോ ഇതേ വേദനയായിരുന്നു എനിക്ക്. എടി നൂഡിൽസേ, നീ ശരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നാണോ? ഞാൻ വന്നതല്ല, എന്റെ അച്ഛൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാ. എന്തോന്ന്? വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെന്നോ? അല്ല, ബാഗൊന്നും എടുത്തോണ്ട് വന്നിട്ടില്ലേ? അതെ അതെ, വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് പെട്ടിയിലാക്കി മടക്കി തരും അച്ഛൻ. ഇപ്പൊ എവിടെ താമസിക്കുന്ന ഉദ്ദേശം? ഇവിടെ തന്നെ. എന്റെ അമ്മോ. മച്ചാനെ, ഈ പ്രേമം എന്ന് പറഞ്ഞ കറണ്ട് പോകുമ്പോ ഈ കൊതുക് വരുന്ന പോലെയാ. ഉറങ്ങാനും പറ്റില്ല, ഓടിക്കാനും പറ്റില്ല. ആലോചിക്കുന്നേ. അല്ല, എന്താ? ആലോചിക്കാൻ ഒന്നുമില്ലടാ. കൽപ്പന ഒരു മാലാഖ്യ പോലെയല്ലേ, ദൈവം തന്ന സമ്മാനം പോലെ. ഓക്കെ പറയടാ. ആലോചിച്ചോണ്ടിരിക്ക. ഈ ബർത്ത്ഡേ അന്ന് ലവിന്റെ കാര്യം വീട്ടിൽ പറഞ്ഞ സമ്മതിച്ചു തരുമെന്ന് ആരാ പറഞ്ഞത്? അതല്ല, ആര് പറഞ്ഞു? ഏയ്, എന്താ? എന്തിനാ ഇപ്പൊ ഇത്രയും ചെലവ് ചെയ്തത്? എന്റെ ബർത്ത്ഡേ അത്ര പ്രധാനമാണോ? നീ ഒന്ന് ചുമ്മാ ഇരിക്കെ. ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയോ? അതെ, കേക്കിൽ എന്റെ പേര് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. അവൻ കറക്റ്റ് ആയിട്ടല്ലേ വരച്ചിരുന്നേ? ആ, ഒരു മിനിറ്റ്, ഇപ്പൊ കാണിച്ചുതരാം. വൗ, നൈസ്. ചില്ലുകൊണ്ടുണ്ടാക്കിയതാ. എങ്ങനെയുണ്ട്? എനിവേ,
താങ്ക്സ് ഫോർ പരമ. ബർമ്മ. പരമുവേ. എന്റെ പേര് ബർമ്മ എന്നാ, നീ ബർമ്മ എന്ന് വിളിച്ചാ മതി. ഓ ഓക്കെ ഓക്കെ. താങ്ക്സ് പരമ കൊച്ചേ. പോടി നൂഡിൽസ്. പോടാ പരമുവേ. നൂഡിൽസ്. പരമുവേ. നീ പോടി നൂഡിൽസ്. പോടാ. പോടി.